സർക്കാരിനോട് പ്രത്യേക പിണക്കമൊന്നുമില്ലാത്ത രണ്ട് പ്രമുഖ മലയാളികളാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടവും സിനിമാ നടൻ ജയസൂര്യയും. കേരളം അത്യാഹ്ലാദത്തോടെ ഓണം ആഘോഷിച്ചു എന്ന് അവകാശപ്പെടുന്ന സർക്കാരിന് മുന്നിൽ കേരളത്തെ അന്നം മൂട്ടാൻ കൂടി കഷ്ടപ്പെടുന്ന കേരളത്തിലെ നെൽകൃഷിക്കാരിൽ പലരുടെയും വീട്ടിൽ ഈ ഓണത്തിന് തീ പുകയ്ക്കാൻ വകയില്ലായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ നടത്തിയ വിലാപ പ്രസംഗങ്ങൾ സപ്ലൈകോയുടെ പ്രത്യേക ഓണക്കിറ്റ് വരെ കിട്ടിയ മന്ത്രിമാർക്കും ഇടത് MLA-മാർക്കും അലോസരമായിരിക്കണം. സപ്ലൈകോ ജനാധിപത്യ മുന്നണി MLA-മാർക്കും കിറ്റ് തയ്യാറാക്കിയെങ്കിലും തങ്ങൾക്ക് വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരസ്യമായി പ്രഖ്യാപിച്ചതുകൊണ്ട് പൊതുസമൂഹത്തെ പരിഹസിച്ചുകൊണ്ടുള്ള പാപഭാരത്തിൽ നിന്നും ഒഴിവായി. കുട്ടനാടൻ കർഷകരോട് എന്തേ ഇങ്ങനെ ചെയ്യുന്നു? രാമങ്കരയിൽ കത്തോലിക്ക കോൺഗ്രസ് ക്രിസ് സംഘടനകൾ സംയുക്തമായി നടത്തിയ കർഷക സമ്മേളനത്തിൽ മാർ ജോസഫ് പെരുന്തോട്ടം ചോദിച്ചു. കർഷകരുടെ അവകാശങ്ങളെല്ലാം ശരിയാണെന്ന് സർക്കാർ സമ്മതിക്കുന്നു. ഒന്നും തരില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഒന്നും തരുന്നില്ല. കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാത്തവർ നിരവധി. എന്തേ ഇങ്ങനെ? കേന്ദ്രം കൃത്യമായി കൊടുക്കുന്നത് പോലും കർഷകർക്ക് കൊടുക്കുന്നില്ല എന്ന പരാതി ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായങ്ങൾ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് വരാൻ സംവിധാനം ഉണ്ടാക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. കർഷകർക്ക് കൊടുക്കാനായി കേന്ദ്രം കൊടുത്ത തുക പോലും വിതരണം ചെയ്യുന്നില്ല എന്ന ആരോപണം ഏറെ ഗൗരവം ഉള്ളതാണ്. കേന്ദ്ര സബ്സിഡി വകമാറ്റി ചിലവാക്കിയെന്നാണ് ആരോപണം. സംസ്ഥാന സർക്കാർ സത്യം ജനങ്ങളോട് പറയുകയെങ്കിലും വേണം. കാർഷിക സബ്സിഡിയായി കിട്ടിയ തുക കൂടി മറ്റുള്ളവർക്ക് കൊടുത്താണോ ഇത്തവണ ഓണം ഗംഭീരമാക്കിയത്? 38 ഇന അവകാശ സമരവുമായാണ് കുട്ടനാടൻ കർഷകർ ഓണസമരം നടത്തിയത്. കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കൊടുക്കണം, കൈകാര്യ ചെലവുകൾ സർക്കാർ വഹിക്കണം, അടുത്ത വർഷം മുതൽ നെൽ സംഭരിച്ചാൽ ഒരാഴ്ചയ്ക്കകം വില കിട്ടണം, കൈകാര്യ ചെലവ് സബ്സിഡി എല്ലാം കൃത്യമായി കൊടുക്കണം, പ്രൊഡക്ഷൻ ബോണസ്, ഇൻസെന്റീവ്, പമ്പിംഗ് സബ്സിഡി എന്നിവ നൽകുക, PRS-ഉമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണം, തോടുകളിലെ ഏക്കൽ നീക്കം ചെയ്യുക. നെല്ല് വില സർക്കാർ ഈടിന്മേൽ ബാങ്കിൽ നിന്നും വായ്പ പോലെയാണ് കർഷകർക്ക് കിട്ടുന്നത്. സർക്കാർ സമയത്ത് തുക അടയ്ക്കാത്തതുകൊണ്ട് കർഷകരുടെ മറ്റ് ബാങ്ക് ഇടപാടുകൾ വരെ മുടങ്ങുകയാണ്. നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 35 രൂപയാക്കണം. കുട്ടനാട്ടിലും കോട്ടയത്തും നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ തുറക്കണം. വിത്തും വളവും സൗജന്യമായി നൽകണം. വിളയ്ക്ക് പൂർണ്ണമായ വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തണം. കിഴിവ് വരുന്ന നെല്ലിന്റെ വില സർക്കാർ സബ്സിഡി കൊടുക്കണം. ലോഡിംഗ് ചാർജ് 12 രൂപയിൽ നിന്നും 250 രൂപയെങ്കിലും ആക്കണം. കർഷക പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു. പെൻഷനുള്ള പുതിയ അപേക്ഷ സ്വീകരിക്കുന്നില്ല. തോട്ടപ്പള്ളി, തണ്ണീർമുക്കം ബണ്ടുകളിൽ ഷട്ടർ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനുമായി സ്ഥിരം സംവിധാനം വേണം. രണ്ടാം കൃഷി ചെയ്യാത്ത പാടങ്ങളിൽ മത്സ്യകൃഷി നടത്തണം. കുട്ടനാട്ടിലെ അശാസ്ത്രീയമായ ചുമട്ടുകൂലിയിൽ മാറ്റം വരുത്തണം. തുടങ്ങിയവയാണ് കർഷകരുടെ പരാതികൾ. ആവശ്യങ്ങൾ ഒന്നും അന്യായമെന്ന് സർക്കാർ പറയുന്നില്ല. നടപ്പാക്കാം എന്ന വാഗ്ദാനവും നൽകും. പക്ഷേ ഒന്നും നടപ്പാക്കുന്നുമില്ല. കുട്ടനാടൻ കർഷകരുടെ നേതാവായിരുന്ന ഇലഞ്ഞിക്കൽ ബോബിച്ചായനെയും കിഴക്കുനോക്കി ബഡ്ജറ്റുകൾ ഉണ്ടാക്കിയിരുന്ന മാണി സാറിനെയും കർഷകർ ഓർത്തുപോകില്ലേ? കാലാവസ്ഥയിൽ വരുന്ന ഭീകരമാറ്റങ്ങൾ കർഷകരെ വല്ലാതെ തളർത്തുന്ന കാലമാണിത്. 1983, 1984, 2004, 2013, 2016 വർഷങ്ങളിലെല്ലാം കേരളത്തിൽ കൊടും വേനൽ ഉണ്ടായി. അത് തെങ്ങ് കൃഷിയെ വല്ലാതെ പ്രതികൂലമായി ബാധിച്ചു. കാപ്പിയുടെ ഗുണനിലവാരം കുറഞ്ഞു. കാപ്പി, ഏലം, കുരുമുളക് എന്നിവയുടെ വിളവിനെയും ബാധിച്ചു. വെള്ളം വേണ്ട വാഴ പോലുള്ള കൃഷികളും മുരടിച്ചു. കൊക്കോ പൂവിടുന്ന ഒക്ടോബർ, നവംബറിൽ നല്ല മഴ കിട്ടിയാൽ നല്ല വിള കിട്ടും. പക്ഷേ കുറെ കാലമായി അതില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും കർഷകർ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ ഈ ചതി കൂടി വരുന്നത്. പെരുന്തോട്ടം പിതാവ് കർഷകരുടെ സമ്മേളനത്തിൽ നടത്തിയ വിലാപം കർഷകരോട് സ്നേഹമുള്ള മാധ്യമങ്ങൾ മാത്രം ഏറ്റെടുത്തപ്പോൾ കളമശ്ശേരിയിൽ നടന്ന കാർഷികോത്സവത്തിൽ കൃഷിമന്ത്രി P. പ്രസാദും വ്യവസായ മന്ത്രി P. രാജീവും സന്നിഹിതരായിരുന്ന വേദിയിൽ വെച്ച് പ്രശസ്ത സിനിമാ താരം ജയസൂര്യ നടത്തിയ രോദനം എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച കൃഷിക്കൊപ്പം എന്ന പരിപാടിയുടെ ഭാഗമായാണ് കാർഷികോത്സവം സംഘടിപ്പിക്കപ്പെട്ടത്. ഒരു സിനിമ പരാജയപ്പെട്ടാൽ ഏറ്റവും അവസാനം അറിയുന്നത് പ്രധാന നടനാവും എന്ന്
സിനിമാക്കാർക്കിടയിൽ പറയാറുണ്ട്. അതുപോലെയാവും കൃഷി മന്ത്രിയുടെയും സ്ഥിതി. കർഷകരുടെ യഥാർത്ഥ ബുദ്ധിമുട്ട് അറിയുവാൻ മന്ത്രി വൈകും എന്ന് കരുതിയാണ് താൻ പറയുന്നതെന്ന് ജയസൂര്യ വിശദീകരിച്ചു. ഒരു സിനിമാ താരമായൊന്നും ആയി കണക്കാക്കേണ്ട, ഒരു സാധാരണ വ്യക്തിയാണ് പറയുന്നത് എന്ന് കരുതിയാൽ മതിയെന്നും അദ്ദേഹം മുൻകൂർ ജാമ്യം തേടി. ജനങ്ങളുടെ വിഷയം ഗൗരവത്തിൽ എടുക്കാനാണ് പറയുന്നത് എന്നും അദ്ദേഹം വിശദീകരിച്ചു. തന്റെ ഒരു സുഹൃത്ത് കൃഷ്ണപ്രസാദ് സിനിമാ നടനാണ്. കൃഷിയോടുള്ള താല്പര്യം മൂലം കർഷകനായി. ഇപ്പോൾ അദ്ദേഹം കൃഷി കൊണ്ട് ജീവിക്കുന്നു. അദ്ദേഹം കൃഷി ചെയ്ത് ഉണ്ടാക്കിയ നെല്ല് കൊടുത്തിട്ട് 5-6 മാസമായി. സപ്ലൈകോ പണം കൊടുക്കുന്നില്ല. ഇത് നിരവധി കർഷകരുടെ അനുഭവമാണ്. അവർ തിരുവോണത്തിന് ഉപവാസം ഇരിക്കുന്നു. കൃഷിയിലേക്ക് കർഷകരെ ആര് ക്ഷണിച്ചാലാണ് വരിക? പട്ടിണി കിടക്കാൻ കൃഷി ചെയ്യുന്നത് എന്തിന് എന്ന് ജയസൂര്യ ചോദിച്ചു. കൃഷ്ണപ്രസാദിനെ പോലുള്ളവരുടെ ബുദ്ധിമുട്ട് അധികാരികളെ അറിയിക്കാനാണ് താനിത് ഈ വേദിയിൽ പറയുന്നത്. സ്വകാര്യമായി പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കാം. എല്ലാവരും കേൾക്കെ പറഞ്ഞാൽ മന്ത്രിക്ക് നടപടിയെടുക്കുവാൻ കൂടുതൽ പ്രേരണയായെങ്കിലോ എന്ന് കരുതിയാണ്. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഷർട്ടിൽ ചെളി പുരളുന്നത് ഇഷ്ടമല്ല എന്ന് മന്ത്രി പറഞ്ഞു. അതല്ല സത്യം. തിരുവോണത്തിന് പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ട് ആര് വരും കൃഷി ചെയ്യാൻ? കുട്ടികളോട് ആരാവണം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നത് കൃഷി കൊണ്ട് നിവർന്നു നിൽക്കാൻ കഴിയാത്ത മാതാപിതാക്കളെ കണ്ടിട്ടല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. പച്ചക്കറികൾ ജനം കഴിക്കുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞു. എങ്ങനെ വിശ്വസിച്ച് പച്ചക്കറികൾ കഴിക്കും? വിഷം അടിച്ചവയാണ് പലതും. പച്ചക്കറികൾ തിന്നാൻ ഭയമാണ്. ജയസൂര്യ സമൂഹത്തിലെ സാധാരണക്കാരന്റെ ശബ്ദമായി. പാലക്കാട് ഒരു അരിമില്ലിൽ പോയപ്പോൾ ഇവിടെ കണ്ടിട്ടില്ലാത്ത ഒരു ബ്രാൻഡ് അരി കണ്ടു. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മില്ലുടമ പറഞ്ഞു, അതിവിടെ വിൽക്കാനാവില്ല, പുറത്തേക്ക് അയക്കാനുള്ള ഫസ്റ്റ് ക്വാളിറ്റിയാണ്. കേരളത്തിൽ വേറെയാണ് വിതരണം ചെയ്യുന്നത്. അതെന്തേ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ക്വാളിറ്റി ചെക്ക് ഇല്ലെന്നാണ് ഉടമ പറഞ്ഞത്. ക്വാളിറ്റിയുള്ള പച്ചക്കറിയും അരിയും ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ ക്വാളിറ്റി ചെക്കപ്പ് നടത്തണം, ജയസൂര്യ പറഞ്ഞു. സർക്കാർ നടപ്പാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പരിപാടി വൻ വിജയമാണെന്ന് അവകാശപ്പെട്ട കൃഷിമന്ത്രി പി പ്രസാദ്, ജയസൂര്യ ആസൂത്രിതമായ തിരക്കഥ അഭിനയിക്കുകയായിരുന്നുവെന്നും അഭിനയം കേമമായെങ്കിലും സിനിമ പൊട്ടിയെന്ന് പ്രതികരിച്ചു. കൃഷിയിലൂടെ ഉണ്ടാക്കിയ വരുമാനത്തിലൂടെ ആഡംബര കാർ മേടിച്ച യുവാക്കളുണ്ടെന്ന് മന്ത്രി അവകാശപ്പെട്ടു. മന്ത്രി എന്ത് അവകാശപ്പെട്ടാലും സർക്കാർ നെല്ല് വാങ്ങിയ പണത്തിന് തിരുവോണ നാളിൽ ഉപവസിക്കേണ്ടി വന്ന കർഷകർ കേരളം എങ്ങോട്ടാവും പോകുന്നത് എന്നതിന്റെ പ്രതീകമാണ്. ജയസൂര്യ പരാമർശിച്ച കൃഷ്ണപ്രസാദിനെ പത്രലേഖകർ കണ്ട് വിവരം അന്വേഷിച്ചപ്പോൾ ജയസൂര്യ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അദ്ദേഹവും സമ്മതിച്ചു. തനിക്ക് പണം കിട്ടിയില്ല എന്നതല്ല വിഷയം. തനിക്ക് പണം കിട്ടി, പക്ഷേ തന്നെ പോലുള്ള എത്രയോ കർഷകർക്ക് പണം കിട്ടിയില്ല. അദ്ദേഹം ചോദിച്ചു, ഈ സത്യത്തിന് നേരെ കണ്ണടച്ചാൽ സത്യം ഇല്ലാതാകുമോ? പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അവകാശവാദമനുസരിച്ച് സർക്കാർ ഈ വർഷം 6 ലക്ഷം കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അത്തം മുതൽ ഓണം വരെ സപ്ലൈകോ നടത്തിയ ഫെയറുകളിൽ 7 കോടിയുടെ കച്ചവടം നടന്നു. സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ 170 കോടിയുടെ കച്ചവടം നടന്നു. 32 ലക്ഷം കാർഡ് ഉടമകൾ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങി. കെങ്കേമമല്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. 3.8% വരെ ലഭിച്ചിരുന്ന കേന്ദ്ര സഹായം ഇപ്പോൾ 1.9% എന്നിട്ടും ഞങ്ങൾ ഇതെല്ലാം ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ വികസന ഗാഥ. കിറ്റുകൾ സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ ആവില്ല മുഖ്യമന്ത്രി പറഞ്ഞത്. കാരണം തിരുവോണപ്പിറ്റ എന്ന് പറഞ്ഞ കണക്കാണിത്. എണ്ണത്തിൽ വ്യത്യാസം വരാം. കൃത്യമായി മറ്റൊരു കണക്കുണ്ട്. അത് ബിവറേജ് കോർപ്പറേഷന്റെ വിൽപ്പനയുടെ കണക്കാണ്. 116 കോടി രൂപയുടേതാണ് അവരുടെ ഉത്രാട കച്ചവടം. 759 കോടിയാണ് 10 ദിവസത്തെ അവരുടെ ഓണക്കച്ചവടം. കയ്യിൽ പൈസയുള്ള നാട്ടുകാരും ധാരാളം. ഉത്രാട ദിനത്തിൽ പോലും വളരെ വൈകിയും പ്രവർത്തിച്ച് റേഷൻ കടക്കാർ കിറ്റുകൾ വിതരണം ചെയ്തു എന്നത് വലിയ കാര്യം തന്നെയാണ്, നല്ല കാര്യവുമാണ്. കൊടുത്ത കിറ്റുകൾ പോലും ഇത്രയും വൈകിച്ചതെങ്കിലും പിടിപ്പുകേടല്ലേ? ആർക്കാണ് ഓണം ഇതേപോലെ കൊണ്ടാടാനായത്, കച്ചവടം നടത്താനായത്? സർക്കാർ പണം കിട്ടുന്ന ഉദ്യോഗസ്ഥർക്കും വരുമാനം കുമിഞ്ഞുകൂടുന്ന രാഷ്ട്രീയക്കാർക്കും. അല്ലാതെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജീവിക്കുന്നവർക്ക് എങ്ങനെ ഓണക്കച്ചവടം നടത്താനാവും? കേരളത്തിലെ കാർഷിക മേഖല ആകെ തകർച്ചയിലല്ലേ? കർഷകന്റെ ഏത് ഉൽപ്പന്നത്തിനാണ് വിലയുള്ളത്? റബ്ബറിന്റെ വില 140 രൂപയിൽ താഴെയല്ലേ?
ജനാധിപത്യ മുന്നണി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന KM മാണി നടപ്പാക്കിയ താങ്ങുവില പോലും ഇന്ന് കൊടുക്കാനാവുന്നുണ്ടോ? അന്ന് അദ്ദേഹം ആ പ്രഖ്യാപനം നടത്തുമ്പോൾ നടക്കില്ലെന്ന് പറഞ്ഞ കർഷകരെ കബളിപ്പിക്കുകയായിരുന്നു ഇടതുപക്ഷം. അതുകൊണ്ട് പല കർഷകരും റബ്ബർ വിറ്റതിന്റെ രസീത് സൂക്ഷിച്ചില്ല. അതുകൊണ്ട് പിന്നീട് തുക വിതരണം ചെയ്തപ്പോൾ രസീത് ഇല്ലാത്തതുകൊണ്ട് പലർക്കും തുക വാങ്ങാൻ സാധിക്കാതെ വന്നു. ഇപ്പോൾ ആ പദ്ധതി ഉണ്ടോ? മാണിയുടെ പാർട്ടിക്കാർ കൂടി ഭരിക്കുന്ന കാലമല്ലേ ഇത്? സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് കേരളത്തിലെ പരമദരിദ്രർക്ക് മാത്രമായി ഓണക്കിറ്റ് പരിമിതപ്പെടുത്തുകയും മഞ്ഞ കാർഡുകാർക്ക് മാത്രം അത് വിതരണം ചെയ്യുകയും ചെയ്തപ്പോൾ അവരുടെ നിരയിൽ കേരളത്തിലെ 20 മന്ത്രിമാരെയും 140 MLA-മാരെയും കൂട്ടാൻ സപ്ലൈകോ അധികാരികൾ തീരുമാനിച്ചത് അവരോട് കാണിച്ച വലിയ അവഹേളനവും ജനങ്ങളോട് കാണിച്ച നിന്ദയുമായി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി എത്ര ഭീകരമായാലും യാത്രകൾ സുഖശീതളമാക്കുന്നതിന്, വില കൂടിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും, ഔദ്യോഗിക വസതികൾ മൂടികൂട്ടാനും, വീട്ടുവളപ്പിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും എത്ര പണവും ചെലവഴിക്കുന്നതിന് മടിയില്ലാത്ത പാവങ്ങളുടെ പടത്തലവന്മാരിൽ നിന്നും ഇതിനപ്പുറം എന്ത് പ്രതീക്ഷിക്കാൻ? സെക്രട്ടേറിയറ്റ് നടയിൽ തിരുവോണ നാളിൽ കർഷകർ പട്ടിണി കിടക്കുമ്പോൾ ഈ ഔദാര്യമെങ്കിലും വേണ്ടെന്ന് വെക്കാൻ എന്ന് ഒരു മന്ത്രിക്കും തോന്നിയില്ലല്ലോ. സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യം കണക്കിലെടുത്ത് മന്ത്രിമാർ വാങ്ങിച്ചു വന്ന പ്രതിമാസ ശമ്പളമായ 500 രൂപ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ വാങ്ങുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് മന്ത്രിമാരുടെ ശമ്പളം വെട്ടിക്കുറച്ച EMSന്റെ പിൻഗാമികളാണ് തങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു കിറ്റ് വാങ്ങുന്നത് വലിയ കാര്യമല്ല. പക്ഷേ സമൂഹത്തിലെ പരമദരിദ്രർക്ക് മാത്രം പരിമിതപ്പെടുത്തിയ സഹായം മന്ത്രിമാർ വാങ്ങുന്നതാണ് വിഷയം. പിണറായി സർക്കാരിനും പിണറായി കുടുംബത്തിനും എതിരെയുള്ള നീക്കങ്ങളുമായി മാത്യു കുഴൽനാടൻ കേരളം നിറയുകയാണ്. തനിക്കെതിരെ ഉന്നയിക്കുന്ന ഓരോ ആരോപണത്തിനും കൃത്യമായി മറുപടി പറയുന്ന കുഴൽനാടൻ CPM-ന് എതിരായി ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയുവാൻ അവർക്കാവുന്നില്ല. അവസാനമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുഴൽനാടനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോഴും അദ്ദേഹം മുന്നേറി കളിക്കുകയായിരുന്നു. നിയമവിരുദ്ധമായി താൻ ഒരു കെട്ടിടവും പണിതില്ലെന്നും ചിന്നക്കനാലിലെ തന്റെ കെട്ടിടം 100% നിയമവിധേയം എന്ന് പറഞ്ഞ കുഴൽനാടൻ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെടാൻ MV ഗോവിന്ദനെ വെല്ലുവിളിച്ചു. ഇടുക്കിയിലെ CPM പാർട്ടി ഓഫീസുകളാണ് നിയമവിരുദ്ധമായി പണിതിരിക്കുന്നത് കുഴൽനാടൻ കുറ്റപ്പെടുത്തി. കേരളത്തിൽ നിയമവിരുദ്ധമായി പണിത ഒരു കെട്ടിടം തലസ്ഥാനത്തെ CPM ആസ്ഥാന മന്ദിരമായ AKG സെന്റർ ആണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. AKG പഠന ഗവേഷണ സ്ഥാപനത്തിന് വേണ്ടി AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കേരള സർവകലാശാലയുടെ സ്ഥലത്ത് ഏതാനും സെന്റ് ഭൂമി അനുവദിച്ചതിനേക്കാൾ ഭൂമി പാർട്ടി വളച്ചെടുത്തതായി അക്കാലത്ത് വാർത്ത ഉണ്ടായിരുന്നു. അതെല്ലാം കെട്ടടങ്ങിയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. പിന്നീട് വന്ന ഇടത് സർക്കാർ സർവകലാശാലയിൽ നിന്നും കുറെ ഭൂമി കൂടി AKG സെന്ററിന് നിയമപരമായി കൈമാറി. ഇപ്പോഴും സർവകലാശാല നൽകിയതിലും വളരെ കൂടുതൽ ഭൂമി അവരുടെ കൈവശമുണ്ട്. ഒരു പഠന ഗവേഷണ കേന്ദ്രത്തിനായി കൊടുത്ത സ്ഥലത്ത് പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നു. കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതും കെട്ടിട നിർമ്മാണ നിയമങ്ങൾ കൃത്യമായി പാലിച്ചാണോ എന്ന് സംശയം തോന്നും. അതുപോലെ നിരത്തിനോട് ചേർന്നാണ് കെട്ടിടം. കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനമുള്ളതാണ്. പക്ഷേ അന്വേഷിക്കാനോ സത്യം കണ്ടെത്താനോ ഇന്നത്തെ നിലയിൽ ആരും ശ്രമിക്കില്ല. വിദേശത്തെ ഒരു സ്ഥാപനത്തിൽ തനിക്കുള്ള 24% ഓഹരിയുടെ മതിപ്പ് വിലയാണ് വിദേശത്തുള്ള നിക്ഷേപമായി പറയുന്ന 9 കോടി രൂപ അദ്ദേഹം വിശദീകരിച്ചു. ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം. തോമസ് ഐസകിന് താല്പര്യമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് MV ഗോവിന്ദന് പരിശോധിക്കാം, കുഴൽനാടൻ വെല്ലുവിളിച്ചു. അതുപോലെ വീണയുടെ സ്ഥാപനത്തിന്റെ കണക്കുകൾ പരിശോധിക്കുവാൻ അനുവദിക്കുമോ എന്നാണ് വിഷയം. വീണയോ ഭർത്താവ് മന്ത്രി റിയാസോ അച്ഛൻ പിണറായിയോ ഒരക്ഷരം പോലും പ്രതികരിക്കുന്നില്ല. ഓണത്തിന് വീണയെ റിയാസ് ഊഞ്ഞാലാട്ടുന്ന ഫോട്ടോ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് തനിക്കില്ലെന്ന് വെല്ലുവിളിച്ച കുഴൽനാടൻ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ, ഇടുക്കിയിലെ ജില്ലാ സെക്രട്ടറി CV വർഗീസ് എന്നിവർ വരവിൽ കവിഞ്ഞ് സമ്പാദിച്ചിട്ടില്ലെന്ന് പറയാമോ എന്നും വെല്ലുവിളിച്ചു. വർഗീസ് പിറ്റേന്ന് തിരിച്ചടിച്ച് കുഴിയിൽ വീണു. ഞങ്ങളുടെ കണക്കെല്ലാം പാർട്ടിക്ക് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തനിക്ക് വരുമാനത്തിൽ കവിഞ്ഞ സ്വത്തുണ്ടോ എന്ന് മിണ്ടിയില്ല. താൻ അഭിഭാഷക വൃത്തിക്ക് നിരക്കാത്ത ഒരു പണിയും ചെയ്തിട്ടില്ലെന്നും കുഴൽനാടൻ പറഞ്ഞു.
കുഴൽനാടൻ ഓരോ ദിവസവും CPM-നും സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഉത്തരം പറയേണ്ട ചോദ്യങ്ങളുമായി വരികയാണ്. മുഖ്യമന്ത്രിയോ മന്ത്രി റിയാസോ വീണയോ പോലെ പ്രമുഖരാരും വാ തുറക്കുന്നില്ല. തുറക്കുന്നവരെല്ലാം വലിയ തിരിച്ചടി വാങ്ങുകയും ചെയ്യുന്നു. എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനെതിരെ 2.5 കോടി രൂപയുടെ മാനനഷ്ട കേസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കുഴൽനാടൻ കൂടി അംഗമായ ഡൽഹിയിലെ KNPM എന്ന ലോ സ്ഥാപനം. ഇല്ലെങ്കിൽ 7 ദിവസത്തിനകം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങൾക്ക് ദുബായിൽ ഓഫീസ് ഇല്ലെന്നും കള്ളപ്പണ ഇടപാട് ഇല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് കുഴൽനാടന്റെ കമ്പനി കേസ് കൊടുത്തിരിക്കുന്നത്. അത്തരം കേസുകൾക്കൊന്നും കുഴൽനാടന്റെ എതിരാളികൾ ധൈര്യം കാണിക്കുന്നില്ല. കോടതിയിൽ എത്തിക്കിട്ടിയാൽ തെളിവുകളുമായി വേറെ പലരും എത്തും എന്ന് അവർക്കറിയാം. കോൺഗ്രസ് നാടുഭരിച്ചാലും CPM നിലനിൽക്കണം എന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും ഇന്നത്തെ നിലയിൽ പോയാൽ പാർട്ടി നശിക്കുമെന്നും കുഴൽനാടൻ പറയുന്നു. അടുത്ത കാലത്തായി പാർട്ടിയിൽ നിന്നും പുറത്തുനിന്നും CPM-നെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ നിഷ്പക്ഷ നിരീക്ഷകരിലും ഈ ചിന്ത ഉയർത്തുന്നുണ്ട്. 300 കോടി രൂപയുടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ചോദ്യം ചെയ്യലിന് വിളിച്ച മുൻ മന്ത്രിയും CPM നേതാവുമായ AC മൊയ്തീൻ ആദ്യത്തെ അവസരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. 10 വർഷത്തെ ആദായ നികുതി കണക്കുകളുമായി എത്താനാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ശേഖരിക്കുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കില്ല എന്നതാണ് തടസ്സം. മൊയ്തീന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിനെതിരെ പിറ്റേ ദിവസം പ്രതിഷേധ ദിനമായി ആചരിക്കും എന്ന പാർട്ടി ഭീഷണി ED വകവെച്ചില്ല. തമിഴ്നാട്ടിൽ സർക്കാർ നേരിട്ട് നടത്തുന്ന ഭീഷണി പോലും അവർ വകവെക്കുന്നില്ല. 300 കോടിയോളം വരുന്ന തട്ടിപ്പിൽ 150 കോടിയുടെ ക്രമക്കേടാണ് ED അന്വേഷിക്കുന്നത്. മൊയ്തീന്റെ ശുപാർശയിലാണ് ഇവയിൽ പല വായ്പകളും വിതരണം ചെയ്തത് എന്നതാണ് ആരോപണം. മാനേജർ ബിജു കരീം തട്ടിപ്പ് നടത്തുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്തു എന്നാണ് കേസ്. കേസിലെ പ്രതികളുടെ ഭാര്യമാർ അടക്കമുള്ളവർ തുടങ്ങിയ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത് മൊയ്തീൻ. ED കുരുക്കുകൾ മുറുക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ED റെയ്ഡ് ചെയ്ത CM റഹീം, MK ഷിജു എന്നിവർ ബിജു കരീമിന്റെ ബന്ധുക്കളാണ്. മൊയ്തീനുമായും ബന്ധമുള്ളവർ. കുരുക്ക് അപകടമുണ്ടാക്കുമോ എന്ന ഭീതിയുണ്ട്. ഇതെല്ലാം പാർട്ടിയെ അലോസരപ്പെടുത്തുന്നുണ്ടാകണം. അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിനുള്ള ത്വര സഖാക്കൾക്കിടയിൽ വ്യാപകമായിരിക്കുന്നതിന്റെ കഥകൾ എല്ലാ ജില്ലകളിലും നിന്നും വരുന്നു. കട്ടൻ കാപ്പിയും പരിപ്പുവടയും ഒന്നും പോരാത്ത കാലത്ത് അതെല്ലാം സ്വാഭാവികം. ആലപ്പുഴയിലെ ലോക്കൽ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നും കഞ്ചാവ് പിടിച്ചതായും ലോക്കൽ സമ്മേളനം നടന്നപ്പോൾ പ്രതിനിധികൾക്ക് പണം കൊടുത്തതായും ആരോപിച്ച് ഏതാനും ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പരാതി കൊടുത്തതായി വാർത്ത വരുന്നു. MLA ഓഫീസിൽ ജോലി കൊടുത്തതിന് ഒരു സഖാവിനോട് പണം വാങ്ങിയെന്നും ഒരു മന്ത്രിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും പരാതിയിൽ ഉള്ളതായാണ് വാർത്ത. പ്രമുഖ പത്രങ്ങളിലെല്ലാം വന്ന വാർത്തയോട് പാർട്ടി പ്രതികരിച്ചു കണ്ടില്ല. ഒരിടത്ത് ലോക്കൽ സെക്രട്ടറിയും SDPIയുടെ നേതാവുമായി ചേർന്ന ബിസിനസ് നടത്തിയതായും പരാതിയിലുണ്ട്. ആ ലോക്കൽ സെക്രട്ടറിയുടെ വാർഡിൽ SDPI ജയിച്ചതിനെ ഒത്തുകളിയായും ആരോപിക്കപ്പെടുന്നു. അവിടെ സംസ്ഥാന സമിതി ആവശ്യപ്പെട്ട വർഗീയ വിരുദ്ധ സദസ്സ് നടത്തിയില്ലെന്നും ചൂണ്ടിക്കാണിച്ചതായാണ് വാർത്ത. പകൽ CPM-കാരനും രാത്രി SDPI-കാരനുമായി പ്രവർത്തിക്കുന്ന സഖാവിനെ കുറിച്ച് G സുധാകരൻ ഒരിക്കൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതിന് അദ്ദേഹത്തെ ഹീനമായി തരം താഴ്ത്തുകയും ചെയ്തു. പാർട്ടി നേതൃത്വത്തിന്റെ പോക്കിൽ അമർഷം കൊണ്ട് ഏതാനും ബ്രാഞ്ച് സെക്രട്ടറിമാരും 38 അംഗങ്ങളും പാർട്ടിയിൽ നിന്നും രാജിവെച്ചതായും വാർത്തയുണ്ട്. രാജിക്കത്ത് സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുകയാണ്. CPM-ൽ എന്തെല്ലാമോ പുകയുന്നുണ്ട്. ഭരണം നിലനിർത്താനും അതിലൂടെ പലതും നേടാനും നോക്കുന്നവരെല്ലാം പാർട്ടിയെ തന്നെ ഇല്ലാതാക്കും എന്ന ഭീതിയുള്ളവരും ഉണ്ട്. CPM നേതാക്കന്മാർ പോലീസ് ഭരണത്തിന്റെ സംരക്ഷണം ഉപയോഗിച്ച് മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നതായും ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് പാർട്ടി പിടിക്കുന്നതായും പണ്ട് നിയമസഭയിൽ PT തോമസ് ആരോപിച്ചപ്പോൾ വല്ലാതെ വികാരഭരിതനായാണ് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞത്. പതിവ് പോലെ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും നിങ്ങൾക്ക് അറിയില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. പുറത്തുവരുന്ന വാർത്തകൾ നൽകുന്ന സൂചന വെച്ച് നോക്കിയാൽ മുഖ്യമന്ത്രിക്കാണോ മറ്റുള്ളവർക്കാണോ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തത്?
പുതുപ്പള്ളി നിലനിർത്തുവാൻ ജനാധിപത്യ മുന്നണിയും പിടിച്ചെടുക്കുവാൻ ഇടതുമുന്നണിയും നടത്തുന്ന പോരാട്ടം അന്തിമ ഘട്ടത്തിലെത്തി. ഉമ്മൻചാണ്ടിക്ക് 2021 ലഭിച്ചതിനേക്കാൾ വൻ ഭൂരിപക്ഷത്തോടെ ചാണ്ടി ഉമ്മൻ ജയിക്കും എന്ന അവകാശവാദം പരസ്യമായി പ്രകടിപ്പിക്കുമ്പോഴും പുതുപ്പള്ളിക്കാർക്ക് വല്ല മനസ്സുമാറ്റവും ഉണ്ടാകുമോ എന്നും ഉമ്മൻചാണ്ടിയോട് വ്യക്തിപരമായി ഉണ്ടായിരുന്ന അടുപ്പം മൂലം അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരുന്നവർ അതേ വികാരത്തോടെ ചാണ്ടി ഉമ്മന് വേണ്ടി നിൽക്കുമോ എന്ന ഭീതിയും അടിയൊഴുക്കായുണ്ട്. മാണിയുടെ പാല നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ ഷോക്കായിരിക്കും പുതുപ്പള്ളി നഷ്ടപ്പെടുന്നത്. ജനാധിപത്യ മുന്നണിയുടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് വെച്ചു പുലർത്തുന്ന വിശ്വാസത്തിന് വലിയ താണ്ഡനമാവും ഇവിടെ ഉണ്ടാവുന്ന തിരിച്ചടി മാത്രമല്ല, നേരിയ വോട്ടോടെയുള്ള വിജയം പോലും പ്രതിപക്ഷത്തിന് ആഘാതമാവും. പുതുപ്പള്ളി പിടിച്ചെടുക്കാനായാൽ ഇടതുമുന്നണിക്ക് വമ്പൻ ലോട്ടറിയാവും. അതിനുള്ള എല്ലാ തന്ത്രവും VN വാസവന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. തോറ്റാൽ 53 വർഷമായി കിട്ടാത്ത സീറ്റ് പോയി എന്ന് മാത്രം. നിയമസഭയിലെ കക്ഷി നിലയിൽ ഒരു മാറ്റവും വരില്ല. ഭരണത്തിന് ഒരു ചലനവും ഉണ്ടാവില്ല. അടുത്ത തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ഇപ്പോഴുള്ള പ്രത്യാശയ്ക്ക് ഇത്തിരി കൂടി മങ്ങലേൽക്കുമെന്ന് മാത്രം. അത് ഫലത്തിൽ നല്ലതാണ്. കൂടുതൽ ജാഗ്രതയോടെ ജനങ്ങളെ സമീപിക്കും. ചിലപ്പോൾ തിരുത്തലുകൾക്കും തയ്യാറാകും. വാസവൻ, അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ തൃക്കാക്കരയിലെ ആരവം ഉണ്ടാക്കാതെയുള്ള പ്രചരണം നടക്കുന്നു. പള്ളിയെയും പട്ടക്കാരനെയും ഒക്കെ പരസ്യമായി തള്ളിപ്പറയുന്നവർ എല്ലാം പള്ളിയിലും പട്ടക്കാരന്റെയും അടുത്തു പോവുകയും അനുഗ്രഹം ചോദിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു പ്രയോജനമുണ്ടായി. രണ്ടാളും സഭയുടെ മക്കളാണ് എന്ന ഒരു പ്രഖ്യാപനം സഭാ നേതാക്കളിൽ നിന്നും ഉണ്ടായി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആ അംഗീകാരം സ്ഥിരമായി അംഗീകരിക്കുമോ എന്ന ചോദ്യമുണ്ട്. വോട്ടെടുപ്പ് വരെ സമ്മതിക്കാം. അതിനുശേഷം നിരീശ്വരവാദി തന്നെയായിരിക്കും എന്ന് അദ്ദേഹം പറയാനാണ് ഇട. നിരീശ്വരവാദിയായ ഒരു യുവാവും ക്രൈസ്തവ വിശ്വാസിയായ ഒരു യുവാവും തമ്മിൽ മത്സരിക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലെയാണെന്ന് സഭാ അധികാരികൾ പറയുന്നത് ശരിയാണോ എന്നും സഭാവിശ്വാസിയോട് ഇത്തിരി അടുപ്പം കാണിക്കേണ്ടതല്ലേ എന്നുമുള്ള കോൺഗ്രസുകാരുടെ ചോദ്യത്തിന് ന്യായം കാണുന്നവർ ധാരാളമുണ്ട്. അവർ അത്തരം പ്രതികരണം ഉണ്ടായതിൽ മൂക്കത്ത് വിരൽ വെക്കുന്നുമുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് സഭാ നേതൃത്വം 2008 മുതൽ പരസ്യമായി ഉമ്മൻചാണ്ടിക്ക് എതിരായിരുന്നു എന്ന യാഥാർത്ഥ്യമായി തുലനം ചെയ്യുമ്പോൾ സ്ഥിതി കുറച്ചുകൂടി നല്ലതായി. ഉമ്മൻചാണ്ടിയോടുള്ള സഹതാപം, അദ്ദേഹം വിശുദ്ധനാണെന്ന ജനങ്ങളുടെ വിശ്വാസം എന്നിവ തങ്ങൾക്ക് പ്രതികൂലമാകുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ ഒന്നാമത്തെ ഭയം. അതിനെ ഹീനമായി നേരിടാനായിരുന്നു ആദ്യ നീക്കം. അനിൽകുമാർ ഉമ്മൻചാണ്ടിക്ക് സമൂഹം കൊടുക്കുന്ന വിശുദ്ധിയെക്കുറിച്ച് വളരെ മോശമായി പ്രതികരിച്ചു. അനിൽകുമാർ തൊടുത്തുവിടാൻ നോക്കിയ ചികിത്സാ വിവാദവും ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞതിൽ കോൺഗ്രസുകാരില്ലേ എന്ന വാദവും പാളി. അപകടം മനസ്സിലാക്കി ആ കളി നിർത്തി. ഉമ്മൻചാണ്ടി പുണ്യവാളൻ എന്ന പ്രചാരണത്തെ ഭയന്ന് കമ്മ്യൂണിസ്റ്റുകാർ എത്രയോ കേമന്മാർ എന്നൊക്കെ വല്ലാത്ത പ്രതികരണം ഉണ്ടാക്കി. ഇടതു നേതാക്കളുടെ വിശുദ്ധിയുടെ കഥകളും ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർത്തിയ വ്യാജ ആരോപണവും വീണ്ടും ചർച്ചയായി. അപകടം മനസ്സിലായ പാർട്ടി സെക്രട്ടറി പറഞ്ഞു, വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച വേണ്ട. ഇതിനിടെ പുതുപ്പള്ളിക്കാർക്ക് ഒരു പുണ്യവാളനെ ഉള്ളൂ എന്ന് ജയിക്ക് അടിച്ചതും അപകടമുണ്ടാക്കി. അവിടെ 9 പുണ്യവാളന്മാരുടെ മാധ്യസ്ഥം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗീവർഗീസ് സഹതയാണ് ഏറെ അറിയപ്പെടുന്നത്. സഹതാപത്തെ സഹതാപം കൊണ്ട് നേരിടാൻ അടുത്ത നീക്കം നടത്തി. സഹതാപം തോന്നേണ്ടത് 3ാം വട്ടം മത്സരിക്കുന്ന ജയിക്കിനോടല്ലേ? വാസവൻ ഉന്നയിച്ചു ചോദ്യം. പക്ഷെ ജയിക്കിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം പുറത്തു കൊണ്ടുവരുവാൻ കാരണമായി. SFI നേതാവ് എന്ന നിലയിൽ കോട്ടയം CMS കോളേജ് അടിച്ചു തകർത്തതും റോഡ് നിയമം പാലിക്കാതെ കടമുറികൾ പണിതതും എല്ലാം വിവാദമാക്കപ്പെട്ടു. ഇതിന് മറുപടിയായി ജയിക്ക് നടത്തിയ വിശദീകരണം ചരിത്രപരമായി വിശകലനം ചെയ്യപ്പെട്ടു. അതും വിവാദമായി. ചാണ്ടി ഉമ്മന്റെ സ്വത്ത് 15 ലക്ഷം രൂപയുടേതാണ് എന്നും ജയിക്കിന് 2 കോടി രൂപയുടെ സ്വത്ത് ഉണ്ടെന്നും ജയിക്കിന്റെ പിതാവ് 1911 കോട്ടയത്ത് ബിസിനസ്സുകാരനായിരുന്നു എന്ന വെളിപ്പെടുത്തൽ കൗതുകകരമായ പല ചർച്ചകളും ഉണ്ടാക്കി. ജയിക്കിന്റെ ചേട്ടന് ഇടപെടേണ്ടി വന്നു. അതോടെ കോൺഗ്രസുകാർ ആ നീക്കം നിർത്തി. ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്ന 4.5 കോടിയുടെ സ്വത്ത് കൊടുത്തത് മകന്റെ സ്വഭാവവിശേഷം കൊണ്ടാവും എന്ന് മാണിക്കാരൻ പോരാളി പറഞ്ഞത് ചിരി പടർത്തി. കിറ്റ് വിതരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയത് കോൺഗ്രസുകാർ കാരണമാണെന്ന് ഇടതുമുന്നണിക്കാർ പ്രചരിപ്പിച്ചു നോക്കി. പക്ഷെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് നല്ലത് പറഞ്ഞതിന് താൽക്കാലിക സർക്കാർ ജോലിയിൽ നിന്നും
പിരിച്ചുവിടപ്പെട്ടു എന്ന സതിയമ്മയുടെ വിലാപം ഒരു മാനുഷിക വിഷയമായി വളർന്നു. 12 വർഷമായി അവർ വേറൊരാൾക്ക് ജോലി ചെയ്തിരുന്നു എന്ന വാദമാണ് ഭരണക്കാർ ഉയർത്തിയത്. അത് സത്യമാണെങ്കിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങളെക്കുറിച്ചും വലിയ അന്വേഷണം വേണ്ടിവരികയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അന്വേഷണം നീളും. മാനവിക വിഷയങ്ങളിലെല്ലാം ഉമ്മൻചാണ്ടിക്കാർ മുന്നിൽ നിന്നതുകൊണ്ടാവണം ജയ്ക്ക് ചാണ്ടിയെ വികസന സംവാദത്തിന് വെല്ലുവിളിച്ചത്. ചാനൽ ചർച്ചകളിൽ തിളങ്ങുന്ന ജയ്ക്കിന് അനായാസം ജയിക്കാം എന്നു കരുതിയാവണം വികസന സംവാദത്തിന് വെല്ലുവിളിച്ചത്. കോൺഗ്രസ് വിട്ടില്ല. വികസന ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവും വെല്ലുവിളിച്ചു. ജയ്ക്കിന്റെ വിളി ചാണ്ടി സ്വീകരിച്ചെങ്കിലും മുഖ്യമന്ത്രി ഒരു സംവാദത്തിനും തയ്യാറായില്ല. പതിവ് പോലെ തനിക്ക് പറയാനുള്ളത് മാത്രം അദ്ദേഹം പറഞ്ഞു. ആരുടെയും ചോദ്യങ്ങൾക്ക് നിന്നുകൊടുത്തില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വളരെ സൂക്ഷിച്ചു മാത്രം ഇടപെട്ടു. വെല്ലുവിളികൾ പലതും ഉദ്ദേശിക്കാത്ത മാനം കൈവരിച്ചു. വികസനത്തിലേക്ക് ചർച്ച കൊണ്ടുവരാൻ ഇടതുമുന്നണി നോക്കി. ഇടതുകാലത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മരുന്നില്ലാത്ത ആശുപത്രികളും വിലക്കയറ്റവും കൂടി വെള്ളത്തിനും വൈദ്യുതിക്കും എല്ലാം തീവില ആക്കിയതും പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയതും എന്നിട്ടും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നതും എല്ലാം കോൺഗ്രസിന് ആയുധമായി. മലബാറിലെല്ലാം റോഡുകളുടെ സ്ഥിതി കൂടുതൽ മെച്ചമാണെന്ന MV ഗോവിന്ദന്റെ വാദം പല പുതിയ സംശയങ്ങളും ഉണ്ടാക്കി. എന്നിട്ടും വികസനത്തെക്കുറിച്ച് സംവാദം നടത്തുവാൻ ജയ്ക്ക് വെല്ലുവിളിച്ചു. ബാർക്കോഴക്കാലത്തെ ചാനൽ ചർച്ചകളിൽ KM മാണിയെ വല്ലാതെ മുറിപ്പെടുത്തിയിരുന്ന ജയ്ക്കിന് വേണ്ടി ജോസ് വോട്ട് ചോദിക്കുന്നതും കോൺഗ്രസുകാർ വിഷയമാക്കി. ഒരു ജനപ്രതിനിധി എത്ര വികസനങ്ങൾ നടത്തിയാലും ബാക്കിയുള്ളവ ഏറെയാവും. അതുകൊണ്ട് എത്ര നല്ല കാര്യം ചെയ്ത നേതാവിനും എതിരെ വികസന സംവാദത്തിന് പ്രസക്തിയുണ്ട്. വീണയും അച്ചുവും കുഴൽനാടനും മുന്നേറി കളിക്കാൻ കോൺഗ്രസിന് ഏറെ സാധ്യതകളുണ്ടായിരുന്നു. അവർ അതെല്ലാം വിനിയോഗിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മാസപ്പടി വിവാദം വന്നത്. കാമ്പുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ മൗനത്തിൽ ഒളിക്കുന്ന മുഖ്യമന്ത്രി വായടച്ചതും വീണയോ ഭർത്താവ് മന്ത്രി റിയാസോ ഒന്നും പറയാത്തതും കോൺഗ്രസുകാർക്ക് കൂടുതൽ ആവേശം പകർന്നു. വീണയുടെ മാസപ്പടി വിവാദം പ്രതിപക്ഷം ശക്തമായി ഉപയോഗിച്ചപ്പോൾ അതിനെ നേരിടാൻ കുഴൽനാടനെ പിടിക്കാൻ നോക്കിയ നീക്കങ്ങൾ ആരും ഏറ്റെടുത്തില്ല. കുഴൽനാടനാകട്ടെ ഓരോ ദിവസവും പുതിയ ആവശ്യങ്ങളുമായി കളത്തിലെത്തുകയും ചെയ്തു. കുഴൽനാടന്റെ സ്വത്തിലേക്ക് ചാനൽ ചർച്ചകളിലേക്ക് എത്തിയവർ ചർച്ച തിരിച്ചുവിടാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. സോഷ്യൽ മീഡിയയിലായിരുന്നു രൂക്ഷമായ അംഗം. അവിടുത്തെ പോരാളികൾ എല്ലാ അടവും പയറ്റി. എല്ലാം ജനം കൗതുകത്തോടെ കണ്ടിരിക്കണം. അതിനപ്പുറം വല്ല പ്രത്യാഘാതവും ഉണ്ടാക്കുമോ എന്ന് കണ്ടറിയണം. അച്ചു ഉമ്മനെതിരായ മോശമായ പോസ്റ്റിട്ട മുൻ അഡീഷണൽ സെക്രട്ടറി പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞെങ്കിലും കേസിൽ പ്രതിയായി. ഉമ്മൻചാണ്ടിയെ പോലെ ചാണ്ടിയുമ്മനും കേസൊന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും അച്ചുവും ക്ഷമിക്കുമോ എന്ന് പറഞ്ഞിട്ടില്ല. മരണശേഷവും അപ്പായെ വ്യക്തിഹത്യ നടത്തുവാൻ നോക്കുന്നവരെ അനുവദിക്കില്ലെന്ന് തീർത്തു പറഞ്ഞു. വനിതാ കമ്മീഷനിലും സൈബർ സെല്ലിലും പൂജപ്പുര സ്റ്റേഷനിലുമാണ് അച്ചു പരാതി കൊടുത്തിരിക്കുന്നത്. ജോലിയെയും പ്രൊഫഷണലിസത്തെയും സ്ത്രീത്വത്തെയും അപമാനിച്ചു എന്നാണ് പരാതി. അച്ചുവിന്റെ ഫോട്ടോയ്ക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല വിദേശയാത്രയിൽ ധരിച്ചിരുന്ന വേഷങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് കോൺഗ്രസ് പോരാളികളും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ രംഗത്തുണ്ടായിരുന്നു. ജോസ് കേരളയ്ക്ക് പുതുപ്പള്ളിയിലുള്ള ജനപിന്തുണ കൊണ്ടാണ് 2021 ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 9000-ൽ ഒതുങ്ങിയത്. കൊമ്പനെ വീഴ്ത്താം എന്നുവരെ അന്ന് മാണിക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത്ര വാശിയും ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞുഞ്ഞ് കടന്നുകൂടി. ഇക്കുറി കൂടുതൽ വാശിയോടെ മാണിയുടെ പോരാളികൾ കളത്തിലുണ്ട്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ടതാണ് പുതുപ്പള്ളി. ഇവിടെ ഇടതുമുന്നണിക്ക് കിട്ടുന്ന ഓരോ വോട്ടും തോമസ് ചാഴിക്കാടന്റെ വിജയം ഉറപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ജോസ് കേരളക്കാർ ചത്ത് പണിതിട്ടുണ്ട്. തോമസ് ചാഴിക്കാടന്റെ ആത്മാർത്ഥത കോൺഗ്രസിന് പ്രതീക്ഷിച്ചതിലും അപ്പുറമായി. അവർ ചാഴിക്കാടനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം നടത്തി. ജയ്ക്ക് മെഡിക്കൽ കോളേജിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന പോസ്റ്റിനടിയിൽ തോമസ് ചാഴിക്കാടൻ എന്ന പേരിൽ വളരെ മോശമായ കമന്റ് ഇട്ടു. ചാഴിക്കാടൻ ഒരിക്കലും അത്തരം ഒരു പോസ്റ്റ് ഇടില്ലെന്ന് ഏത് കോട്ടയംകാരനും മനസ്സിലാകുന്ന തരത്തിലുള്ള ഭാഷയായിരുന്നു അതിലേത്. മാണിയുടെ പോരാളികൾ പോരാളി ഷാജിയേക്കാൾ വാശിയിലായിരുന്നു. വ്യക്തിഹത്യയുടെ ശ്രമങ്ങളിൽ വരെ അവർ ശക്തമായി മുന്നിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നേട്ടങ്ങളായി ചിത്രീകരിക്കപ്പെട്ട പലതും
ജോസ് കെ മാണിയുടെ നേട്ടങ്ങളാണെന്ന് കൃത്യമാക്കുവാൻ അവർ നോക്കി. KM മാണിയുടെ കാരുണ്യയുടെ ക്രെഡിറ്റ് ചാണ്ടി ഉമ്മൻ എടുക്കുന്നതിന് പരിഹസിച്ചവർക്ക് ആ പദ്ധതി തന്നെ അവർ കൂടി പങ്കാളിത്തം വഹിക്കുന്ന സർക്കാർ ഇല്ലാതാക്കിയത് വലിയ തിരിച്ചടിയായി. അതുപോലെ തന്നെ ജനാധിപത്യ മുന്നണി സർക്കാർ റബ്ബർ കർഷകർക്ക് കൊടുത്ത തറവിലയും മാണിയുടെ നേട്ടമായിരുന്നു എന്ന് പറഞ്ഞവരോട് ഇന്നത്തെ സ്ഥിതി എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരമില്ലാതായി. ബാർക്കോഴയും വിഷയമായി. ബാർക്കോഴ വിഷയത്തിൽ മാണിയെ വല്ലാതെ ആക്രമിച്ചവർ എന്തേ മാണിക്കാരെ കൂടെ കൂട്ടി എന്ന ചോദ്യം CPM-ന് വലിയ തലവേദനയായി. രമേശിന്റെ പോലീസ് എടുത്ത കേസ് അവർ അന്വേഷിച്ച് കോടതി മാണിയെ കുറ്റവിമുക്തനാക്കിയ കഥയായിരുന്നു അവർക്ക് തിരിച്ചു പറയാൻ ഉണ്ടായിരുന്നത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം AK ആന്റണി ചാണ്ടിയുമ്മന് വേണ്ടിയും മകൻ BJP-യുടെ ദേശീയ സെക്രട്ടറിയായും വക്താവുമായി അനിൽ ആന്റണി BJP-ക്ക് വേണ്ടിയും വരും എന്ന പ്രചാരം ശക്തമായി. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.